ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ വ്ളോഗിൻ്റെ ബാക്കി പാർട്ടാണ്, അതായത് ട്രിപ്പിൻ്റെ ഡേ 2 വ്ളോഗ്. സോ നമ്മൾ അലോട്ട് ചെയ്ത റൂമിൻ്റെ പുറത്തത്തെ വ്യൂ ആണിത്. ഞങ്ങളോട് രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് മാറ്റി നിൽക്കാനാണ് പറഞ്ഞത്. ആൻഡ് എനിക്ക് ബെഡ്മെന്ന് തല പൊന്തുമ്പോൾ തന്നെ 7 മണി കഴിഞ്ഞിക്ക്. നമുക്ക് 8 പേരെ റൂമേനും കിട്ടിയത്. ആൻഡ് നമ്മളെ റൂമിൽ 7 ആൾക്കാരേനും ഉള്ളത്. ഓരോരുത്തർ പോയി ഫ്രഷ് ആയി വരുമ്പോഴത്തേക്ക് ടൈം കുറച്ച് എടുത്തേനും. ഏറ്റവും ലാസ്റ്റ് എണീച്ചുകൊണ്ട് എൻ്റെ ഊഴം ഏറ്റവും ലാസ്റ്റത്തെ തന്നെ ഏനും. മാറ്റുന്നതിനൊപ്പം തന്നെ റൂം വെക്കേറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലേനും നമ്മൾ. അങ്ങനെ ഒരു ഹറിബറി റഷ് ക്ലീനിങ്ങിനൊക്കെ ശേഷം ഞാൻ ഇവിടെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡേ 2ലെ ഔട്ട്ഫിറ്റ് ഇതാണ്. തിരക്കിട്ട് ബാഗ് പൂട്ടിയിട്ട് കുടുങ്ങിപ്പോകുന്ന രംഗങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേര് മാറ്റിയിട്ടുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ തന്നെയായിരുന്നു നമുക്ക് മോർണിംഗിലെ ഫുഡ്. അത് കഴിഞ്ഞ് നമ്മളെ യാത്ര തുടങ്ങുകയാണ് ടു മൈസൂർ. ഇവിടുന്ന് ഒരു ഓവറോൾ വ്യൂ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ആ ഓരോരോ സ്പോട്ടിലെത്തുമ്പോൾ നമ്മൾ ഈ കാണുന്നത്ര ആ ഒരു ഇതൊന്നും തോന്നിക്കില്ല. നമ്മളെ സെക്കൻഡ് ഡേയിലെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ചാമുണ്ഡി ഹിൽസ് ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ബസ് നിർത്തി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഷോപ്പിംഗ് വലിയ കാര്യമൊക്കെ എടുത്തുക്കൊന്നുമില്ല. അങ്ങനെ എല്ലാ ഷോപ്പിൽ കയറി ഒന്നും ചെയ്തിട്ടില്ല. നേരെ നമുക്ക് അലോട്ട് ചെയ്ത സ്പോട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. രാവിലെ തന്നെ ആയതുകൊണ്ട് ചെറിയൊരു ഉറക്കച്ചടപ്പിലൊക്കെയാണ് ഇങ്ങോട്ടേക്ക് പോയത്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മളെ നടത്തവും വർത്താനമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഉറക്കം മാറി കിട്ടിയിട്ടുണ്ടേനു. ഇവിടുന്ന് ഒരു അഗ്രസീവായ കുരങ്ങനെ കണ്ടിരുന്നു. കാരണം ആ കുരങ്ങനായ ഷോപ്പിൻ്റെ ഷീറ്റൊക്കെ ചാടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഡോളിനെ കണ്ടപ്പോൾ വാങ്ങാണ്ട് വരാൻ തോന്നിയില്ല. കാരണം ഞാനിട്ട് ഔട്ട്ഫിറ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് മാച്ച് ആകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഡോളും അതുപോലെ തന്നെ അനിയനൊരു കീ ചെയിനും വാങ്ങി. അത് ഇന്ന് നമുക്ക് ദാഹിച്ചുകൊണ്ട് തന്നെ ഇളനീരിൻ്റെ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോ എടുക്കാണ്ട് മടിച്ച് നിൽക്കുമ്പോൾ എന്നെ മോട്ടറാക്കി വീഡിയോ എടുപ്പിച്ച 2 ആൾക്കാരാണ് ഇത് രണ്ടും. അങ്ങനെ നമ്മളെ സ്നാക്സൊക്കെ ഒരുവിധം കഴിയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് ലേസ് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മളെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. എല്ലാ ട്രിപ്പിലെ പോലെ നമ്മളെയും സെക്കൻഡ് സ്പോട്ട് വന്നിട്ട് മൈസൂർ പാലസ് ചെയ്യുന്നു. അങ്ങോട്ട് പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഷൂസ് ബസ്സിൽ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ കൗണ്ടറിലൊക്കെ നല്ല റഷ് ആണെന്ന് പറഞ്ഞിട്ട് സാറ് നമ്മളോട് ബസ്സിൽ ഊരി വെച്ചോ പറയും. നമ്മൾ ഇന്ന് ഗാർഡനിൽ പോകുന്ന ഓൾറെഡി പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും സ്കേർട്ടും ടോപ്പും ആയിട്ട് ഇന്നത്തെ ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്തത്. ഗാർഡനിലിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ 10th പ്ലസ് 2കാരൊക്കെ സ്ഥിരം സ്പോട്ടായതുകൊണ്ട് പാലസിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും ഇതാക്കൊന്നും വേണ്ടാലോ. നമ്മളെപ്പോലെ തന്നെ പുറത്തുനിന്നുള്ള കുറേ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ നമ്മളെപ്പോലെ തന്നെ ട്രിപ്പ് വന്ന സ്കൂൾ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു അവിടെ. ഫോറിനേഴ്സൊക്കെ ഗൈഡിനെ വെച്ചിട്ട് അവിടെ ഫുള്ള് ചുറ്റി കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടുന്ന് പുറത്തിറങ്ങി ഒരു കോട്ടൺ ക്യാൻഡിയൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് ഇങ്ങനെ റോഡിൻ്റെ അപ്പുറം കിടന്നിട്ട് കുറേ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും റോഡ് കിടക്കുന്ന കാണുന്നില്ല. പിന്നെ അവിടെ സീബ്ര ക്രോസിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. ബസ് കയറിയുണ്ടോ നമ്മളെ വിശപ്പ് തീരുന്നു. നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഓരോരോ സ്നാക്സ് കഴിച്ചു. നമ്മളെ 3rd സ്പോട്ട് ഓഫ് ദി ഡേ വന്നിട്ട് ഒരു വിൻറ്റേജ് കാർ മ്യൂസിയമായിരുന്നു. കുറേ വിൻറ്റേജ് ടൈപ്പുള്ള കാറും ബൈക്കും ഒക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ടു. ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്തിട്ടില്ലേനു, ഫോൺ ഓഫ് ചെയ്യുന്നു. അതുകൊണ്ട് ആ ഒരു ഉച്ചക്കത്തെ ക്ലിപ്സ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് നമ്മൾ പോയത് ബൃന്ദാവൻ ഗാർഡനിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് പോലും പ്ലാൻ ചെയ്തത് ഈ ഗാർഡനിൽ പോയിട്ട് ഫോട്ടോ എടുക്കണം എന്നുള്ള രീതിയിലേനും. പക്ഷേ നമ്മൾ ഗാർഡനിലെത്തിയത് നല്ല ലേറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗാർഡനിൽ നിന്ന് ഫോട്ടോസൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നീനും. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ടേനും നടന്നു പോയത്. പക്ഷേ തിരിച്ച് വരുമ്പോൾ നമ്മൾ അവിടെ കുടുങ്ങിപ്പോയിനും. കാരണം അത്രയ്ക്ക് റഷേനും ഈ ഒരു ഗാർഡൻ്റെ അകത്ത് ഫുൾ ആൾക്കാരെ കൊണ്ട് തിങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേനു. ഫോട്ടോ എടുക്കാൻ കഴിയാത്ത വിഷമം ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് കുറച്ച് പിച്ചൊക്കെ എടുത്ത് നൈറ്റ് ലൈഫ് ആസ്വദിച്ച് തീർത്തു. പിന്നെ നമ്മളെല്ലാവരും കൂടെ റിക്വസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പാട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ പുറത്തുനിന്ന് ഇങ്ങനെ കുറച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ബൈ ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നതും ട്രിപ്പിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കാണ്ട് വീഡിയോ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയിനും. പിന്നെ എന്തായാലും കൊടുക്കണ്ടേ വിചാരിച്ചിട്ട് കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ഡേ 2ലും DJ ഉണ്ടായിരുന്നു. ആൻഡ് ബീറ്റ് ബോക്സ് നെയ്യുന്നു നമുക്ക് സെക്കൻഡ് ഡേയിലെ DJ. ഫസ്റ്റ് ഡേയിൽ ആ ഒരു വൈബും എനർജിയും ഒന്നും എനിക്ക് സെക്കൻഡ് ഡേയിലെ DJയിൽ കിട്ടിയില്ലേനു. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾക്ക് ഫുഡ് പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. നമ്മൾ സയൻസ് ബാച്ചിൻ്റെ റൂം അലോട്ട് ചെയ്ത സ്ഥലത്തേക്ക് പോയപ്പോൾ നമ്മൾ ഒരു ബാച്ചിന് മാത്രം, അതായത് നമ്മൾ 5 ആൾക്ക് മാത്രം റൂം കിട്ടിയില്ല. പിന്നെ ഞങ്ങളെ കൊമേഴ്സാരെ റൂമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെയാണ് നമുക്ക് ഫൈനലി റൂം കിട്ടിയത്. കിട്ടിയ റൂം നല്ല റൂമേനും നല്ല വൃത്തി ഉണ്ടേനും കാണാൻ തന്നെ നല്ല രസമുണ്ടേനും. നമ്മൾ 5 ആൾക്കാരേനും സെക്കൻഡ് ഡേ ഒരു റൂമിലുള്ളത്. ഫസ്റ്റ് ഡേനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടും നമ്മൾ സെക്കൻഡ് ഡേയിലെ റൂം തന്നെയാണ് നല്ലത്.
കുറച്ച് ലേറ്റായിട്ട് റൂം കിട്ടിയാൽ എന്താ, കിട്ടിയ റൂം നല്ല റൂമേനു. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്കൊരു ബാൽക്കണി പോലത്തെ സ്പേസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡേ 2ലെ കാര്യങ്ങൾ. നെക്സ്റ്റ് ഡേയിലെ കാര്യം അടുത്ത പാർട്ടിൽ കാണാം. അതുവരെയും ബൈ.